നിപ്പ വീണ്ടും നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഒരു ജീവൻ നഷ്ടമാകുന്നു. മറ്റൊരാൾക്ക് ലക്ഷണങ്ങളോട് കൂടി ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വിധേയമാകുന്നു. ഗൗരവതരമായ സാഹചര്യമാണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പൊതുവിൽ നമുക്ക് പറയാൻ കഴിയുക. ഏത് തരത്തിലാണ് ഡോക്ടർമാരും ആരോഗ്യമന്ത്രിയും ആരോഗ്യ മേഖലയിലെ പ്രവർത്തിക്കുന്ന ആളുകളും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ ഈ സാഹചര്യത്തെ വിലയിരുത്തുന്നത്? ആശുപത്രിയിൽ കഴിയുന്ന ആളുടെ സ്ഥിതി എങ്ങനെയാണ്? രതീഷ്, ഏറ്റവും ആദ്യം ഞാനിപ്പോഴുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. ഇപ്പോൾ എനിക്ക് പിറകിൽ കാണുന്ന ഈ ആംബുലൻസിലാണ് നിപ്പ ബാധിച്ച് മരിച്ച 14-കാരൻ്റെ മൃതദേഹമുള്ളത്. മോർച്ചറിയിലായിരുന്നു മൃതദേഹം. അവിടെ നിന്നിപ്പോൾ ആംബുലൻസിൽ കയറ്റി നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഒപ്പം തന്നെ ഈ കുട്ടിയുടെ അടുത്ത ബന്ധുക്കളായ മാതാപിതാക്കളും അമ്മാവനും ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു, ഐസൊലേഷനിൽ ഉണ്ടായിരുന്നു. അവരെ കൂടി ഇപ്പോൾ നാട്ടിലേക്ക് അല്ലെങ്കിൽ മലപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ഇനി ഐസൊലേഷനിൽ കഴിയുക. ഇനി ഇവരുടെ സംസ്കാര ചടങ്ങുകൾ ഈ നാട്ടിലുള്ള പള്ളി ഖബർസ്ഥാനിലാണ് കുട്ടിയുടെ നടക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം വാഹനത്തിൽ നിന്നിറങ്ങാതെ ആംബുലൻസിൽ തന്നെ കഴിഞ്ഞുകൊണ്ട് ഇവർക്ക് അവിടെ നിന്നും അതിന് ദൃക്സാക്ഷിയാവാനുള്ള ഒരു അവസരം ഒരുപക്ഷെ കൊടുത്തേക്കും. ഏതായാലും നാട്ടിലേക്ക് ഇവർ ഇപ്പോൾ പോവുകയുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിൽ നിന്ന് ഇവരെ ഡിസ്ചാർജ് ചെയ്തിരിക്കുകയാണ്. ഒപ്പം തന്നെയാണ് ഇതിലൊരാളുടെ 3 പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിലൊരാളുടെ 3 പേരുടെയും സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു, നിപ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഇതിലൊരാളുടെ സാമ്പിൾ നെഗറ്റീവ് റിസൾട്ട് വന്നിട്ടുണ്ട്. അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലമാണ് വന്നിരിക്കുന്നത്. മറ്റ് 2 പേരുടെ കൂടി വരാനുണ്ട്. അത് ആദ്യ ഫലം നെഗറ്റീവ്, അതായത് ക്ലോസ് കോൺടാക്റ്റിലുള്ള ഏറ്റവും അടുത്ത കോൺടാക്റ്റിലുള്ള ഒരാളുടെ ഫലം നെഗറ്റീവ് ആണെന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് കൂടുതൽ ഔട്ട് ബ്രേക്കിലേക്ക് ഈ ഇപ്പോഴുണ്ടായിരിക്കുന്ന നിപ ബാധ പോകില്ല എന്ന് നമുക്ക് ആശ്വസിക്കാൻ വക നൽകുന്നത് തന്നെയാണ്. പക്ഷേ അപ്പോൾ ഇന്ന് ഒരു ഉച്ചയോടുകൂടി തന്നെ മലപ്പുറം സ്വദേശിയായ മറ്റൊരു 68-കാരനെ മസ്തിഷ്കജ്വരം ഉൾപ്പെടെയുള്ള ചില രോഗലക്ഷണങ്ങളോട് കൂടിയിട്ട് ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഐസൊലേഷനിൽ കഴിയുകയാണ്, വെന്റിലേറ്ററിൽ കഴിയുകയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഈ കുട്ടിയുമായി ക്ലോസ് കോൺടാക്ട് ഉള്ള ഒരാളല്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള സമ്പർക്കമുള്ള ആളല്ല ഇപ്പോൾ വന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അയാൾ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആൾ കുറച്ച് കാലങ്ങളായി പനിയുമായി ബന്ധപ്പെട്ട ചില അസുഖങ്ങൾ ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് ആശുപത്രി വിവരങ്ങളിൽ നിന്നും നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പക്ഷേ അത് സുരക്ഷിതമായി അല്ലെങ്കിൽ ഐസൊലേഷനിൽ വെച്ച് കൃത്യമായ നിരീക്ഷണത്തിലാണ്. സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുന്ന സാഹചര്യം നടപടിയിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അത്തരത്തിൽ ഒരു വലിയ ഔട്ട്ബ്രേക്കിലേക്ക് പോകുന്ന സാഹചര്യം ഇപ്പോഴില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും വളരെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയായിരുന്നു. പക്ഷേ ഈ കൂടുതൽ പേർ അല്ലെങ്കിൽ ഏറ്റവും ഇപ്പോൾ ഏകദേശം 64 പേരാണ് ക്ലോസ് കോൺടാക്ട് ഉള്ളതായി നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും കൂടുതൽ ക്ലോസ് കോൺടാക്ട് ഉള്ള ആളുകളായിരുന്നു മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിൽ കഴിഞ്ഞിരുന്നത്. അവരിൽ ഒരാളുടേതാണ് ഫലം നെഗറ്റീവ് വന്നിരിക്കുന്നത്. പക്ഷേ 2 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കഴിയുന്നുണ്ട്. അവരുടെ സ്ഥിതി ചില രോഗലക്ഷണങ്ങൾ അവരിൽ കാണുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഫലം കൂടി ഈ ആശ്വാസകരമായ രീതിയിൽ വരികയാണെങ്കിൽ കൂടുതൽ പേരിലേക്ക് നിപ ബാധ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കരുതേണ്ടി വരും. അത് ഇനിയും നമുക്ക് ആ ഫലം കൂടി ഇനി അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ആംബുലൻസിൽ ഈ മരിച്ച ആൾ ഈ 14 വയസ്സുകാരൻ ആംബുലൻസിൽ ഉണ്ട്, നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒപ്പം തന്നെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആ 14-കാരനുമായി ക്ലോസ് കോൺടാക്ട് ഉണ്ടായിരുന്ന 3 പേർ അവരെയും മാറ്റുകയാണ്. ആ നടപടിക്രമങ്ങളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്.